ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ അസോട്ട കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിനി റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻ കറി വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ 10% ഫുള്ളായിട്ട് ഈ ഒരു ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഷാൻഡൺ ഫാബ്രിക്കിലേക്ക് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എൻ പോർഷനിലും ചെറിയൊരു സ്കാലപ്പ് വർക്കും നല്ല റിച്ച് ആയിട്ട് ആ ഒരു ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി ആ ഒരു ചിക്കൻ കറി വർക്കുമായിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ രണ്ട് സൈഡും ആ ഒരു നമ്മൾ ഹെമ്മേരിയിൽ കണ്ടിരുന്ന ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. 999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ 3-4 ഷെയ്ഡൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന മെറ്റീരിയലാണ്. ജോർജറ്റിൽ നല്ല ചിക്കൻ കറി വർക്കും ആയിട്ടാണ് വരുന്നത്. എംബേരിയിലേക്ക് ആ ഒരു സ്കാലപ്പ് വർക്ക് എല്ലാം വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ ചിക്കൻ കറി വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെ ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് 999. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിൻ്റെ ഒക്കെയാണ്, ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ നമ്മുടെ ഉള്ളിലകത്തെ ആ ഒരു ഡാർക്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്, ആ ഒരു കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. ദുപ്പട്ടയും അതുപോലെ ഫുള്ളി വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 999. അടുത്തത് മസ്റ്റാർഡ് ടോഫി കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ആ ഒരു ചിക്കൻ കറി വർക്കുമായിട്ട് വന്നിരിക്കുന്നു. സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹെമ്മേരിയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെയും ആ ഒരു ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ടയുടെയും സൈഡിൽ കൂടെ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് വർക്ക് വരുന്നു. കൂടാതെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 999. അടുത്ത ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഷിമ്മർ ജോർജറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷൻ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക് ആണ്. സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ഫാബ്രിക് ആ ഒരു ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് ഇതിൻ്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്തും വിഡ്ത്തിലേക്കാണ് വരുന്നത്. ദുപ്പട്ടയുടെ വൺ സൈഡ് നല്ല റിച്ച് ആയിട്ട് നമ്മുടെ ആ ഒരു യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1195 ആണ്. ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന മഴക്കാലത്തൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് വൺ ഗ്രീനിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. അതിലേക്കും ഒരു പിങ്കും ഗ്രീനും കോമ്പിനേഷനിലേക്കാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. നേരത്തെ കാണിച്ച പോലെ തന്നെ വൺ സൈഡ് റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും രണ്ട് സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. 1195 ആണ് പ്രൈസ് വരുന്നത്. ഇതും എനിക്കൊന്ന് 4-5 ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവൻഡർ ആണ്. നല്ല ഭംഗിക്കാട്ടോ ഈ ഒരു കളറൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു സെറ്റിൻ്റെയൊക്കെ ശരിക്കും ഭംഗിയായിട്ട് സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. ബോട്ടം പ്ലെയിൻ. 1195 ആണ് റേറ്റ് വരുന്നത്. അടുത്തൊരു റയർ ഷെയ്ഡാണ്. ബ്ലൂവിൻ്റെയും ചെറിയൊരു അക്വാ ഗ്രീൻ്റെ ഒക്കെ ഒരു ടച്ച് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. അതുപോലെ 1195 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റാട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തപ്പോഴത്തേനും ഇവിടെ നമ്മുടെ എന്താ പറയുക, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായതും നല്ല കളേഴ്സുമാണ്. അതുപോലെ തന്നെ ആ ഒരു വർക്കിനെയും ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാബ്രിക് വരുന്നത് സെമി ചന്തേരി സിൽക്കാണ് ഫാബ്രിക് വരിക. ഇതിലേക്ക് ഹക്കോബ വർക്ക് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെമ്മേരിയൊക്കെ ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെയിനി സീസണിലൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാട്ടോ. ഒരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ പോർഷനിലേക്ക് ലേസ് വർക്കും വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷന് വേണ്ടപ്പോൾ വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇതിന് പല കളേഴ്സും നമ്മുടെ സ്റ്റാഫ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. 1395 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഇതിൻ്റെ ഒരു ഗ്രേ ടോൺ ആണ്. ഇതിൽ 4-5 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വർക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. എൻ പോർഷനിലേക്ക് സ്കാലപ്പ് വർക്ക് വരും. ബോട്ടം പ്ലെയിൻ ആണ്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ഈ ഒരു ഹെവി എംബ്രോയ്ഡറി വർക്കുമായിട്ടാട്ടോ ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ഈ ഒരു ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് ആണല്ലോ ഇത്രയും വർക്ക് ദുപ്പട്ടയെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്കോ വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്ന ടോപ്പാണ്. റേറ്റ് വരുന്നത് 1395. അടുത്തൊരു
പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലേക്കായിട്ടോ വന്നിരിക്കുന്നത്. ഏത് കളർ ചൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഈ ഒരു സെറ്റുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു ഗ്രീനിലേക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നപ്പോഴത്തേനും ഇതിൻ്റെ ഒന്നും ഭംഗി പറയേണ്ട ഒരാവശ്യമില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. 1395 ആണ് റേറ്റ് വരുന്നത്. ഇതിൽ അടുത്ത ഷെയ്ഡ്, ലാസ്റ്റ് ഷെയ്ഡാണ് പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാട്ടോ വരുന്നത്. എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഹക്കോബ വർക്ക് വരുന്നുണ്ട്. ഹെമ്മേരിയിലേക്ക് ആ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. 1395 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് പ്രീമിയം ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിം കളറിലേക്ക് എംബ്രോയ്ഡറി വർക്ക്, ഒരു ലീഫി വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അതുപോലെ ബാത്തിക് പ്രിൻ്റ് ആണെങ്കിലും ഒരു ലൈൻ പാറ്റേൺ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലീൻ ലുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഏരിയയിൽ ചെറിയൊരു ലേസ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടവും സെയിം കളറ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതും ബാത്തിക് പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ദുപ്പട്ടയും നല്ല ലെങ്ത്തും വിഡ്ത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് അതുപോലെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 1395 ആണ്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡാണ്. മസ്റ്റാർഡ് ഷെയ്ഡിലേക്കൊക്കെ ആ ഒരു സെയിം കളർ ടോണിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ബാത്തി പ്രിൻ്റൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ടോ. കൂടി ആ ഒരു വൈറ്റ് കോമ്പിനേഷനോടൊക്കെ വന്നപ്പോഴത്തേനും ഈ ഒരു കളറിൻ്റെയൊക്കെ ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. വൈറ്റ് കളറിലേക്കാണ് ബാത്തി പ്രിൻ്റ് വരിക. ടോൺ ടു ടോൺ ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക്, അതും ആ ഒരു ലീഫി എംബ്രോയ്ഡറി വർക്കാണ് വരിക. കോട്ടൺ ഫാബ്രിക് ബാത്തി പ്രിൻറ്റും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. പ്രൈസ് വരുന്നത് 1395. ഇതിൽ നമുക്ക് ഗ്രീൻ കളർ അവൈലബിൾ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഗ്രീനിലേക്ക് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ബാത്തി പ്രിൻറ്റും ടോൺ ഷെയ്ഡിലേക്ക് എംബ്രോയ്ഡറി വർക്കും ദുപ്പട്ട വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 1395. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക് ആണ്. പാറ്റേൺ സെയിം തന്നെയാട്ടോ. ആ ഒരു കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാത്തി പ്രിൻറ്റും എംബ്രോയ്ഡറി വർക്കും ഏരിയയിലേക്ക് ലേസ് വർക്കും ഒക്കെ ആയിട്ട് വരും. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും ബാത്തി പ്രിന്റ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1395. നമുക്ക് ക്രേപ്പ് ജോർജറ്റ് ഇല്ലാതെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ പോലും പോകാറില്ല എന്ന് തോന്നുന്നു. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാം ബ്ലാക്കിലേക്കാണ്. ക്രേപ്പ് ജോർജറ്റാണ് ഫാബ്രിക് വരിക. അതിലേക്ക് ബാത്തി പ്രിൻറ്റിൻ്റെ തന്നെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഒരു സർക്കിൾ ഷേപ്പൊക്കെ വരുന്ന രീതിക്ക് വരുന്നുണ്ട്. ഇതിൽ 4 കളേഴ്സാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ബേസിക് കളർ ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഈ ഒരു ബാത്തി പ്രിൻറ്റിന് യൂസ് ചെയ്തിരിക്കുന്ന കളറിലായിരിക്കും ഡിഫറൻസ് വരിക. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന യെല്ലോ ആണ്. ആ ഒരു യെല്ലോയുടെയും ഓഫ് വൈറ്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഏരിയയിലേക്ക് ബാത്തി പ്രിൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരികയും ക്രേപ്പ് ജോർജറ്റിൽ തന്നെയാണ്. നമ്മുടെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മുടെ ശരിക്കും ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ ദുപ്പട്ടയും ക്രേപ്പിൽ തന്നെ വൈറ്റ് കളർ ബാത്തി പ്രിൻ്റ് മിഡിൽ പോർഷനിലേക്ക് വരും. എൻ പോർഷനിലേക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഏരിയയിൽ വരുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ബ്ലാക്ക് കളറായിരിക്കും. അതിലേക്ക് ആ ഒരു വൈറ്റ് കളർ ബാത്തി പ്രിൻ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1695 ആണ്. ഇതിൻ്റെ കളേഴ്സ് ആണ് ഇനി കാണിക്കുന്നത്. എല്ലാം ബേസിക് കളർ ബ്ലാക്ക് തന്നെ ആയിട്ടായിരിക്കും വരിക. അതിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു പീച്ച് ടോൺ ആണ്. ഡാർക്ക് ആയിട്ടുള്ളൊരു പീച്ച് ടോണിൻ്റെ കോമ്പിനേഷനിലേക്ക് ബാത്തി പ്രിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴും പീച്ചും കൂടെ ആ ഒരു കോമ്പിനേഷനിലേക്ക് എൻ പോർഷൻ വരുമ്പോഴത്തേനും ആ ഒരു ടോപ്പിലെ കളർ കോമ്പിനേഷൻസ് ആണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ബോട്ടം ബ്ലാക്ക് കളർ. ടോപ്പ് ബോട്ടം ദുപ്പട്ട ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലേക്കായിരിക്കും വരിക. റേറ്റ് വരുന്നത് 1695. ബ്ലാക്കും റെഡൂടെ കോമ്പിനേഷൻ്റെ ഭംഗി പിന്നെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റ്. ആ ഒരു ബാത്തി പ്രിൻറ്റിന് വേണ്ടിയിട്ട് റെഡ് കളറും ഓഫ് വൈറ്റ് കളറോടെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ദുപ്പട്ട വരുമ്പോഴത്തേനും ഇതുപോലെ നല്ല റെഡിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ വരും. ബോട്ടം ബ്ലാക്ക് കളറ്, അതിലേക്കും ബാത്തി പ്രിൻറ്റ് വരുന്നുണ്ട്. 1695 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡോടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ്റെ കോമ്പിനേഷനുമായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ക്രേപ്പ് ജോർജറ്റാണ് ഫാബ്രിക് വരിക. ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീനോടെ കോമ്പിനേഷൻ. എല്ലാം സെയിം പാറ്റേൺ ആട്ടോ. ആ ഒരു കളേഴ്സിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 1695 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്